നമ്മളിപ്പോൾ വർക്ക് സ്പേസിലേക്ക് പോവാട്ടോ. അതിൻ്റെ മുന്നേ വണ്ടീൻ്റെ ഓയിലൊന്ന് ചേഞ്ച് ആക്കണം. അപ്പോൾ അതിന് പോവാണേ. പിന്നെ നല്ല വെയിലൊന്നും ഹെൽമെറ്റ് ഇല്ല. സൺസ്ക്രീൻ ജാക്കറ്റ് വണ്ടിയുടെ ഉള്ളിലുണ്ട്, പക്ഷേ ഇപ്പോൾ എടുക്കാൻ മതി. ഇവിടെ എത്താറായി. ഓയിൽ ചേഞ്ച് ആക്കിയിട്ട് വർക്ക് സ്പേസിലേക്ക് പോവാൻ. നമ്മൾ ഓയിൽ ചേഞ്ച് ആക്കാൻ വന്നാട്ടോ. അവിടെ കുറച്ച് തിരക്കുണ്ട്, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. ഓയിലൊക്കെ ചേഞ്ച് ആക്കി കഴിയുമ്പോൾ ഇപ്പൊ ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാന്ന് വിചാരിച്ചിട്ടോ. അത്യാവശ്യം മരം ഉള്ളതുകൊണ്ട് ഒരു തണലുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എത്തിട്ടോ നമ്മൾ 2 ഇളനീർ ഷേക്ക് വാങ്ങാൻ വിചാരിച്ചിട്ടോ. പിന്നെ എന്തെങ്കിലും തിന്നാനും വാങ്ങാൻ വിചാരിച്ചു. നോക്കട്ടെ, ഒരു കൺഫ്യൂഷൻ എന്താ വാങ്ങണ്ടേന്നുള്ളത്. അപ്പൊ 2 ഷേക്കും 2 കട്ട്ലേറ്റാണേ വാങ്ങുന്നത്. പിടിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര സ്ലോ ആണ്. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് പിടിച്ചു വേഗമായിട്ട് കാണുന്നുണ്ടോ. ജ്യൂസ കുടിച്ച് അവിടെ നമ്മൾ ഇറങ്ങിട്ടോ. ഞാൻ ഇത് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കണ്ടപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നി. ഇനിയിപ്പോൾ അത് ഓഫീസിൽ പോയിട്ട് കഴിക്കാം. ചെയർ കയറി പോയിട്ടോ. ഫ്രെയിം എടുത്ത ബാക്കി കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഫ്രെയിം പറയേണ്ട ആവശ്യമുണ്ടല്ല. ഇതന്നെ മതിയാവും. ബാക്കി തെർമോക്കോൾ വേണ്ടിയത്. തെർമോക്കോൾ 3 ബാക്കി. സത്യം പറഞ്ഞാൽ തെർമോക്കോൾ ഞങ്ങൾക്ക് ബണ്ടിലെടുക്കുന്ന കേട്ടോ. അപ്പോൾ ബണ്ടിലെടുക്കുന്നത് നമ്മൾ കുറച്ച് വേഗം എടുക്കുന്നുണ്ടോ. ബണ്ടിലെടുത്താൽ അതിൽ കുറച്ചുണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കുറേ ദിവസത്തേക്കുള്ള കിട്ടും. ഇതെന്ന് വെച്ചാൽ ഒരു ദിവസമൊക്കെ കിട്ടുന്നുള്ളൂ. ഒരു ദിവസം ഇന്നലെ എടുത്തു വന്നില്ല. അതിനേക്ക് കഴിഞ്ഞിട്ട് ഇന്ന് 10 എടുക്കണം. കാരണം 10 മാക്സിമം 15 എണ്ണ നമുക്ക് വണ്ടിയിൽ വെച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റേ പോലെ കൊണ്ടുവരാറുണ്ട്. അങ്ങനെ എടുത്ത് കൊണ്ടുവരാൻ അതായത് കവറിൽ പിടിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരാനൊക്കെ പറ്റും. അതിനേക്കാളും നല്ലത് ബണ്ടിലെടുക്കുന്നത് വെച്ചിട്ടാ. ഇനിയിപ്പോൾ ഇത് ഈ തിരക്ക് വണ്ടി ഒന്ന് ബണ്ടിലെടുത്ത് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അതിന്റെ പ്രശ്നമില്ലല്ലോ. ആക്ച്വലി നമ്മളെ റൂം ഇത്രയും ഇടാനുണ്ടോ. അതായത് കേർട്ടൻസ് കാത്തിട്ടാൽ നല്ല ഇടാണ്. പക്ഷെ കേർട്ടൻ വലിച്ചിട്ടാലാണെങ്കിൽ നല്ല വെളിച്ച് ഭയങ്കര വെളിച്ചുണ്ടാവും. നമ്മൾ അവിടെ ഈ കേട്ടൻ അങ്ങനെ മറ്റേ റൂമിലൊക്കെ സാധാരണ കേട്ടനാണ്. ഇതാണ് ഒന്നും വെളിച്ചില്ല. ഇപ്പം നമ്മളെ പരിപാടി തുടങ്ങാൻ പോകട്ടോ. രാവിലെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ഓയിൽ ചേഞ്ച് അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ടൊന്നുമില്ല. സാധാരണ ടൈം തന്നെ. കാരണം കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഈ പരിപാടി പണിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം ഇനി നമ്മൾ പ്രിന്റിങ് തന്നെയാണ്. ഞാൻ പറഞ്ഞ രാവിലത്തെ ടൈം പ്രിന്റിങ്. അപ്പം ഇന്ന് ഞാൻ വെറുതെ പ്രിന്റിങ് ഇങ്ങനെ കാണിച്ചിട്ട് ഇതാക്കുന്നില്ല. പ്രിന്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ നമ്മുടെ പ്രിന്റിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടോ. എനിക്ക് കുറച്ച് A4 കൂടെ ബാക്കിയുണ്ട്. കളഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ കുറച്ച് സാധനങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട്. ഇത് പൊതുവെ എൻ്റെ ഒരു കോഫി ടൈം കേട്ടോ ഈ സമയം. നമ്മൾ ഓൾറെഡി രാവിലെ കുടിച്ചൊക്കെ വന്നതുകൊണ്ട് ഇതല്ലേ. ഇത് 20 റുപ്യൻ്റെ സാധനം എത്ര ഉള്ളൂ. ദിവസം ഭയങ്കര കുറവാകുന്നുണ്ട്. പണ്ടൊക്കെ ഇത് 10 റുപ്യ ഫുള്ളുണ്ടായിരുന്നു. ഇതിൽ ചില സാധനം കുറച്ച് ഉറപ്പുണ്ടാവും. ഞാൻ പണ്ട് ക്ലിപ്പിട്ട ടൈം നല്ലപോലെ തിന്നാൻ പറ്റില്ല. ക്ലിപ്പ് കഴിച്ചുകൊണ്ട് തിന്നാൻ ആണോ നല്ല പറ്റില്ല. കഴിഞ്ഞിട്ടോ എന്റെ കഴിഞ്ഞു. ഞാൻ ഒറ്റ കൊള്ളെടുത്ത് പോയി 4 കൊള്ളി എടുക്കുന്നത്. പ്രിന്റ് ചെയ്യാനായിട്ടുണ്ട്. പ്രിന്റിങ് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി. A3 കംപ്ലീറ്റ് കഴിഞ്ഞിട്ടോ. പിന്നെ A4 പിന്നെ ചെറിയ ചെറിയ കുറച്ച് ഫ്രെയിംസ് ഉണ്ട്. A5 അങ്ങനെ ചെറിയ ചെറിയ സൈസസ് ഉണ്ട്. അതും കൂടി ചെയ്യണം. പിന്നെ അതിന്റെ മുന്നേ ഞാൻ പറഞ്ഞ എഡിറ്റ് ചെയ്യാണ്ട് കുറച്ച്. അപ്പൊ അത് എഡിറ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണം. എന്നിട്ട് അത് അപ്രൂവ് കിട്ടി കഴിഞ്ഞാൽ അതും പ്രിന്റ് എടുക്കാനുണ്ട്. അതൊക്കെയാണുള്ളത്. പിന്നെ ഇനിയിപ്പം എല്ലാ ദിവസവും നമുക്കൊരു 6:30 ആകുമ്പോഴത്തേക്ക് ഡിഗ്രീസിൽ സാധനം കൊണ്ടു കൊടുക്കണം. അത് കുറച്ച് നേരത്തെ ക്ലോസ് ഉണ്ട്. അപ്പം അതിൻ്റെ മുന്നേ അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഒന്ന് കുറച്ച് സ്പീഡാക്കണം എന്ന് വിചാരിക്കുന്നു. സ്പീഡാക്കാൻ കുറച്ച് നേരത്തെ ചെയ്യണം എന്നുണ്ട്. എന്നാലേ ആ ടൈം ആകുമ്പോഴത്തേക്ക് നമുക്കവിടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഡെലിവറി എന്ന് പറഞ്ഞാൽ കൊറിയർ സർവീസ് മേടിക്കാം. അതാകുമ്പോൾ വെച്ചാൽ ഇവിടെ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ അവരുടെ ടൈം എന്ന് പറയുകയാണെങ്കിൽ 12 മണി 1 മണി 2 മണി മാക്സിമം 2 മണി ആ ടൈം ആകുമ്പോഴേ നമ്മളിവിടെ സെറ്റ് ചെയ്ത് പുറത്ത് വെക്കാട്ടോ ചെയ്യാം. അപ്പോൾ അതായിരുന്നു നമ്മൾ ആദ്യത്തെ ഡിസ്പാച്ച് ടൈം. പിന്നെ ടൈം ഇപ്പോൾ മാറ്റി DTDC അയക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈവനിങ് ആണ് ടൈമും. പിന്നെ ഇന്ത്യ പോസ്റ്റ് അയക്കണമെങ്കിൽ നമുക്ക് 24 hours ടൈം ഉണ്ടാവില്ല. അതായത് നമ്മൾ മെയിൻ ഹെഡ് ഓഫീസിൽ പോയിട്ട് അയക്കാം. അപ്പം നമുക്ക് എന്താ പറയുക നൈറ്റ് അവിടെ 24 hours. അപ്പം നമുക്ക് എല്ലാ ടൈമും കൊണ്ടുപോയിട്ട് അവിടെ വെച്ചാൽ മതി. അവിടെ നമുക്ക് ഇതുണ്ട്. അവിടെ നമുക്ക് എഗ്രിമെന്റ് അല്ലേ, കോൺട്രാക്ട്. അവിടെ നമുക്ക് കോൺട്രാക്ട് ഉണ്ട്. അപ്പോൾ കോൺട്രാക്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഇല്ലാണ്ട് നമ്മൾ സാധാരണ ചെറിയ ചെറിയ പോസ്റ്റ് ഓഫീസിലൊക്കെയാണ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് ചെയ്ത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് കോൺട്രാക്ട് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ചാൽ അവർ കംപ്ലീറ്റ് ബുക്ക് ചെയ്തോളും. നമ്മൾ വാലറ്റ് ഉണ്ടാവും. വാലറ്റിൽ പേയ്മെന്റ് വാലറ്റ് റീചാർജ് ചെയ്ത് വെച്ചാൽ മതി. ഇന്ത്യ പോസ്റ്റ് അയക്കാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് അയക്കാം. അപ്പം എന്ന് വെച്ചാൽ റേറ്റ് കൂടുതലാണ്.
പണ്ട് അവർക്ക് അത്ര റേറ്റില്ല, ഇപ്പൊ റേറ്റ് നല്ല കൂടുതലാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഓഫറിലാണോ കൊടുക്കുന്നത്, നമുക്ക് അപ്പൊ ആ ഒരു റേറ്റിൽ നമുക്കത് ഷിപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ DTDC തന്നെ അയക്കുന്നത്. DTDC അതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി റേറ്റ് കുറവാണ്. അപ്പൊ അതാണ് നമ്മൾ DTDCയിലും കോൺട്രാക്റ്റിലാക്കിയത്, അത് റെഡിയായി വരുന്നുള്ളൂ. അപ്പൊ അതും റേറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. ഇപ്പൊ അയക്കുന്ന അതേ റേറ്റ് തന്നെ, ചെറിയ എന്തോ വ്യത്യാസം ഉണ്ടാവുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ആരും ഇതിൽ അയക്കാനാണ് വിചാരിക്കുന്നത്. ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇന്ത്യ പോസ്റ്റ് അയക്കുന്നത് കേട്ടോ ലാഭം. നിങ്ങൾ ചെറിയ സാധനങ്ങളൊക്കെ കൊറിയർ അയക്കുകയാണെങ്കിൽ ഈ ഒന്ന് ഇന്ത്യ പോസ്റ്റ് ആകുമ്പോഴാണ് കുറച്ചുകൂടെ നല്ലത്. ഇതെന്ന് വെച്ചാൽ ഞങ്ങളത് ഓൾറെഡി ഈ ഫ്രെയിംസ് ആകുമ്പോൾ കുറച്ച് ഇതുണ്ടാവുമല്ലോ, വലിപ്പുണ്ടാവുമല്ലോ. അപ്പോൾ A3 ഒക്കെ തന്നെ കുറച്ച് സൈസ് ഉണ്ടാവും, അതിനുള്ള പാക്കിംഗ് കൂടി വരുമ്പോൾ ഒന്നുകൂടെ വലുതാവും. അപ്പം എന്താ വെച്ചാൽ വോളിമെട്രിക് റേറ്റ് ആണ് എടുക്കുക. അപ്പോൾ വോളിമെട്രിക് റേറ്റ് എടുക്കുമ്പോൾ കുറച്ച് അധികം പൈസ, അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അയക്കേണ്ട ഒരു അവസ്ഥ വരും. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. പണ്ട് സ്ഥിരമായിട്ട് നമ്മൾ കുറെ വണ്ടിയിൽ അത് അന്ന് 2 വീലർ തന്നെ കൊണ്ടുപോകും, 2 ട്രിപ്പൊക്കെ അടിച്ചിട്ട് കൊണ്ടുപോകലുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നല്ലൊരു അന്നൊക്കെ റേറ്റ് കുറവായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാൽ പിന്നെ റേറ്റ് ഒന്ന് മാറ്റിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ റേറ്റ് കംപ്ലീറ്റ്ലി മാറ്റിയപ്പോൾ നമുക്ക് അയക്കാൻ പറ്റാണ്ടായി. അതാണ് പ്രശ്നം. ഇങ്ങനെ കേട്ടോ പാലിലതൊക്കെ കഴുകുക, ഇത് കഴുകില്ലേ, ഇതിലെ പാലിൻ്റെ ഒരു മാരി മണം ഉണ്ടാവും, ഒരു മാരി മണം. അപ്പൊ ഇതെന്താ വെച്ചാൽ കഴുകി വെക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വേസ്റ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വേസ്റ്റിലേക്ക് പേപ്പറൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സാധനമൊക്കെ കഴുകിയിട്ട് ഇവിടെ വെച്ചാൽ ഇവിടെ നല്ല ചൂട്, അതുകൊണ്ട് ഒരു 5 മിനിറ്റോടെ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ വേസ്റ്റ് തന്നെ കേട്ടോ ഇവിടെ ഫുള്ളുള്ള. ഇതൊക്കെ ഉണങ്ങിയിട്ട് ഞാൻ ആ കവറിലേക്ക് ഇടും. അപ്പോൾ ആ പരിപാടി കഴിയും. ഇത് ഇന്നലെ വാങ്ങിയ ഡിഷ് വാഷർ ആട്ടോ. ഇവിടെ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ട്, അവിടെ ഈ ഹാൻഡ് വാഷും ഇങ്ങനത്തെ ഡിഷ് വാഷറും പിന്നെ ഫ്ലോർ ക്ലീനറൊക്കെ ഇങ്ങനെ ഇതുപോലെ കിട്ടും, എന്താ ഹോൾസെയിലായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിയത് 150 രൂപ കേട്ടോ ഇതിന്. അപ്പോൾ ഇതിനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം. ഇങ്ങനെ വാങ്ങുന്ന നമ്മൾ ലാഭം, മറ്റേ വേഗം തീർന്നു പോവല്ലോ, ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അത് ഞങ്ങൾ ഡിഷ് വാഷർ ആദ്യമായിട്ട് കേട്ടോ അത്ര വലുത് വാങ്ങുന്നത്. അല്ലാത്ത നമ്മൾ ഡിഷ് വാഷർ ചെറിയ മറ്റേ എക്സോൻ്റെ ചെറിയ ഇതുണ്ടല്ലോ അതാ വാങ്ങിക്കില്ല. അത് അത്യാവശ്യമൊക്കെ കിട്ടില്ല. നമ്മൾ അന്നൊക്കെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്, ആ പാത്രമൊക്കെ ഇവിടുന്ന് കഴുകിയിട്ടാണ് കൊണ്ടുപോകല്. ഇപ്പം എന്ന് വെച്ചാൽ ഇത് വാങ്ങിയതാട്ടോ. ഇതിനൊരു ചെറിയൊരു ബോട്ടിൽ വാങ്ങണം. ബോട്ടിൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ആ ബോട്ടിലേക്ക് ഒഴിച്ച് വെച്ചാൽ. ഇങ്ങനെ തന്നെ ഹാൻഡ് വാഷും ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഹാൻഡ് വാഷ്. ഇത് ഏതോ പപ്പായൻ്റെ ഫ്ലേവറാണ്, സ്മെല്ല് കുഴപ്പമില്ല, നല്ല സ്മെല്ലാണ്. അപ്പം ഇതിൻ്റെ മുന്നേ വാങ്ങിയത് ലാവൻഡർ ആയിട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഹാൻഡ് വാഷ് പിന്നെ ഇവിടെ എപ്പോഴും കൈ കഴിക്കുന്നുണ്ട് ആവശ്യമാണ്. അപ്പം എന്താ വെച്ചാൽ ഞാൻ പ്രിൻ്റ് ചെയ്തത് ഒന്ന് പാക്ക് ചെയ്യാനുള്ള രീതിയിലാക്കി വെക്കുക കേട്ടോ. നമ്മളെ സിൽക്കി കഴിഞ്ഞിട്ടോ, സിൽക്കി ഈ പേപ്പർ ഉണ്ടായിരുന്നല്ലോ, ഈ സിൽക്കി ഈ പേപ്പർ കഴിഞ്ഞ് ഇന്നും ഇനിയിപ്പോൾ ഒരു 5-6 എണ്ണം ഉണ്ടാവും കേട്ടോ. ഇന്ന് ഇനിയിപ്പോൾ വെറുതെ പോട്ടർ ഇടണ്ട വിചാരിച്ച് എല്ലാ ദിവസവും പോട്ടർ ഇടുന്നത് അതൊരു ചിലവാണ്. ഒയാസിസിൽ പോയി എടുക്കുക അപ്പോൾ എന്തായാലും നടക്കില്ല, കാരണം ടൗണിൽ ഈ സമയത്ത് പോകാറില്ല. പിന്നെ അവിടെ ഒയാസിസ് ആകുമ്പോൾ ഈ സമയത്തൊക്കെ ഒരു തിരക്കും ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് എടുക്കാനുള്ള സമയമില്ല. ഇപ്പം നാളെ എടുക്കാം. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് പാക്ക് ചെയ്യാനുള്ള രീതിയിൽ എടുക്കട്ടെ, കാരണം കുറച്ച് നേരത്തെ പാക്ക് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ച് നേരത്തെ പണികളൊക്കെ തീർക്കണമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ പാക്ക് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ആ ടൈം ആകുമ്പോഴത്തേക്കും ഈവനിങ് ആകുമ്പോഴത്തേക്കും ഹറിബറി ഇല്ലാണ്ട് വാൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ സമയം 2:20 ആയിട്ടോ. 2:20 നമുക്കൊരു 6 മണി ആകുമ്പോഴത്തേക്കും പണി കഴിച്ചേക്കണം, എന്നാലും തിരക്കില്ലാണ്ട് പോകാൻ പറ്റുക. 6:30 ആകുമ്പോഴത്തേക്കും അവിടെ എത്തിക്കണം. അപ്പോൾ ഇപ്പോൾ 2:20 ആയി. ഇനിയിപ്പം ഞാൻ ഫ്രെയിം ആക്കാനുള്ളതൊക്കെ അവിടെ ആ റൂമിൽ കൊണ്ടുവെക്കട്ടെ കേട്ടോ. അവൻ അവിടെ നിന്ന് ഫ്രെയിം ആയിക്കോളും. അതിനിടയിൽ ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്തത് കഴിയുന്നുണ്ട്, കസ്റ്റമർ കഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി കസ്റ്റമർ ഇത് മെസ്സേജ് കണ്ട് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ സെയിൽ നമ്മളല്ല കേട്ടോ, നമുക്ക് വേറെ ആളാണ് സെയിൽ എടുക്കുക. കാരണം എന്ന് വെച്ചാൽ ആദ്യം നമ്മളതിന് ചെയ്തുകൊണ്ടിരുന്നത്, സെയിൽ എടുക്കുന്നതും നമ്മളതിന്, പക്ഷെ എല്ലാം കൂടെ നടക്കില്ല. അപ്പോൾ നമ്മൾ പ്രിൻറ്റിങ് എടുക്കുക. പിന്നെ വെബ്സൈറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഫ്രെയിം ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ട. അതിന് മുന്നേ ചെറിയൊരു കാര്യം കൂടി ചെയ്യാണ്ട്, നമ്മൾ ഇൻസ്റ്റാ പേജിലേക്ക് വേണ്ടി ക്രിയേറ്റീവ് ചെയ്യണം. നമ്മളെ പേജിലേക്ക് തന്നെ വേണ്ടി വീഡിയോസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം എടുക്കാൻ സമയം കിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും എല്ലാത്തിൻ്റെയും വീഡിയോസൊക്കെ എടുക്കാൻ വെച്ചാൽ പണ്ടെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോറി ആയിട്ട് ഇടലുണ്ട്. ഇന്ന് ചെയ്യുന്ന വർക്ക്സൊക്കെ തന്നെ സ്റ്റോറി ആയിട്ട് വീഡിയോയിലും ഇടലുണ്ട്, അതേപോലെ ഫോട്ടോ ആയിട്ട് ഇടലുണ്ട്. അപ്പം എന്താ വെച്ചാൽ അതൊക്കെ ഒന്ന് സെറ്റ് അതിന് വേണ്ടിയുള്ള വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ ആ റൂമിൽ നിന്ന് എടുക്കുക. അവിടെയാണ് കുറച്ചുകൂടി ഒരു വെളിച്ചമുള്ളത്. ഇവിടെ കേട്ടൺ ബ്ലാക്ക് ആയതുകൊണ്ട് അത്ര ക്ലിയർ കിട്ടൂല. പിന്നെ ട്യൂബിൻ്റെ ലൈറ്റ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഒരു വീഡിയോ എടുത്താൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ആ റൂമിൽ പോയിട്ട് വേണം ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാം കേട്ടോ. അതിനുള്ള ഒരു 2-3 ക്രിയേറ്റീവ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് സമയം 4 മണി ആയിട്ടോ. അപ്പോൾ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇനി വീഡിയോസ് എടുക്കാനും പിന്നെ ഇനി ഇത് കവറിലാക്കിയിട്ട് പാക്ക് ചെയ്യുക, അതാണ് മെയിനായിട്ടുള്ളത് കേട്ടോ. പിന്നെ കവർ ഞാൻ പറഞ്ഞ പോലെ തീർന്നിട്ടുണ്ട്, പക്ഷെ ഇന്നത്തേക്കുള്ളതുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, നാളെ കവർ വാങ്ങിക്കണം. അപ്പം ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിട്ട് വരാം കേട്ടോ. നമ്മളിത് ഫ്രെയിംസ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 4 എണ്ണമാണുള്ളത്. അപ്പോൾ 4 ക്രിയേറ്റീവ്സ് എടുക്കാനുള്ളത്. നമ്മൾ ക്രിയേറ്റീവ്സ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റയിൽ 4 റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ.
അപ്പോൾ ഇതൊക്കെ കോംബോ സെറ്റാണ്. A3ൻ്റെ കോംബോ സെറ്റ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ 4 കോംബോ സെറ്റ് ഉണ്ട്. അപ്പോൾ 4 വെച്ചിട്ടുള്ള 4 റീൽസാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ അത് കവറിൽ തന്നെ ഇട്ടച്ചതാട്ടോ, കാരണം അഡ്രസ്സ് ഒന്നും മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതെടുത്തിട്ടാണ് ഫസ്റ്റ് ഈ 3 വെച്ചിട്ടാട്ടോ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വെക്കല്ല, ഇവിടെ അല്ലേ വെളിച്ചുള്ള, ഇവിടെ നല്ല വെളിച്ചാട്ടോ. അപ്പോൾ ഇവിടുന്ന് എടുക്കാൻ വിചാരിച്ചു. ഇവിടെ ഇതൊക്കെ ഗ്ലാസ്സൊക്കെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് നല്ല വെളിച്ചുണ്ട്. അപ്പോൾ ഇവിടുന്ന് എടുക്കാം. ഞാൻ ഇതിന് മുന്നേ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലാത്ത ഞങ്ങൾ മുകളിൽ നിന്ന് എടുക്കലുണ്ട് കേട്ടോ. പിന്നെ മുകളിലെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് അത്ര ഇതില്ല, ഒരു നീറ്റ് കിട്ടുന്നില്ല. അപ്പോൾ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ടോ 4 എടുത്തിട്ട് ഇനി ഇതൊക്കെ തിരിച്ച് കവറിലേക്ക് ആക്കി വെക്കട്ടെ കേട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ ഉണ്ട് വേഗം കവറിലേക്കൊക്കെ ഇട്ട് വെച്ച് പാക്ക് ചെയ്തിട്ട് നമുക്ക് വേഗം ഡിസ്പാച്ച് ചെയ്യാം കേട്ടോ. ഇന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നതിനിടയിൽ ഒന്ന് കൈത്തിന് എന്തോ പറ്റിയെന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വാമുണ്ട് വെച്ചിട്ട് ഇതിൻ്റെ അടുത്ത് റോളറാട്ടോ. സാധാരണ അവരെ കയ്യിലുണ്ടാവില്ല, റോളർ വെച്ചിട്ട് തേക്കാം. അത് കഴിപ്പ് അത് മതി തക്കാം. അപ്പോൾ എന്താ വെച്ചാൽ തെർമോക്കോൾ തയ്ഞ്ഞില്ല. അപ്പോൾ തെർമോക്കോൾ എന്തായാലും വാങ്ങണം. ഇവിടെ ഒരു 4 കൂടിയുള്ള തെർമോക്കോൾ വാങ്ങണം. അപ്പോൾ എന്തായാലും തെർമോക്കോൾ എടുക്കാൻ പോകണം. അതിൻ്റെ കൂടെ ചെറിയ ടാപ്പ് ഉണ്ട് കേട്ടോ. ഈ ടാപ്പ് ആവശ്യമുണ്ട്. ഈ ടാപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങി വന്നിട്ട് കാണിച്ചാൽ, അല്ലെങ്കിൽ നമ്മളിതാ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിനും ഒട്ടിക്കും. ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്, അതായത് കുറച്ച് ഭാഗം ഇങ്ങനെ ബാലൻസ് വരുമല്ലോ, അതിങ്ങനെ വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അതിനുള്ള ടാപ്പ് തീർന്നു പോയി. ഇന്നലെ യൂസ് ചെയ്ത് ഇന്നലെ ഞാൻ അഡ്രസ്സ് ഒട്ടിക്കാനൊക്കെ അതിന് എടുത്തത്. അപ്പോൾ അത് തീർന്നു പോയി. അപ്പം ആ ചെറിയ ഇഞ്ചിൻ്റെ ടാപ്പും വാങ്ങിക്കണം, തെർമോക്കോളും വാങ്ങിക്കണം. അത് രണ്ടാണ് വാങ്ങിക്കാനുള്ളതെന്ന് വിചാരിക്കുന്നത്. പിന്നെ സെല്ലോ ടൈപ്പൊക്കെ ഇല്ലേ, ഓക്കെ. അപ്പോൾ അത് വേണ്ടിയില്ല. അപ്പോൾ ഈ ചെറിയ ടാപ്പും തെർമോക്കോളും വാങ്ങിയിട്ട് വരാം കേട്ടോ. ഇതാട്ടോ കറക്കാൻ പറ്റില്ല. ഇതാട്ടോ ചെറിയ ടാപ്പ്. ഇത് 20 രൂപ. ഇത് സാധനം വെയിറ്റുള്ള സാധനം വെക്കാൻ വേണ്ടിയിട്ട് ഇതൊരു സാധനം തലയിൽ വെക്കില്ലേ, ഷേപ്പ് ആവാൻ ക്യൂട്ട്നെസ് ഇട്ടാണ്. തെർമോക്കോൾ നമ്മളവിടെ കൊണ്ടുവച്ച് വന്നിട്ടോ. അപ്പം ഉച്ചക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഇവിടെ വന്ന് ചായ കുടിക്കാൻ വെച്ചു. രാവിലെ നമ്മൾ ഇവിടെ തന്നെയാണ് ജ്യൂസ് കുടിച്ച് പോയത്. പിന്നെ ഇപ്പോഴും ഇവിടെ തന്നെ ചായ കുടിക്കാൻ വിചാരിച്ചു. പിന്നെ കുറച്ച് കടികളൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൂടി തിന്നാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ തെർമോക്കോൾ ഇവിടെ വെച്ചിട്ട് കേട്ടോ ചായ കുടിക്കാൻ പോയത്. അപ്പോൾ തെർമോക്കോളൊക്കെ എടുത്ത് ഇനി മുകളിലോട്ട് കയറണേ. ഇന്ന് കണ്ടില്ല, അപ്പോൾ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ചായ കുടിച്ച്, പിന്നെ അല്ല രാവിലെ നമ്മൾ ജ്യൂസ് കുടിച്ച ശേഷം പിന്നെ ഇപ്പോൾ 5 മണി ഇപ്പോഴാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പ് എടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അപ്പോൾ ഓരോ പണീൻ്റെ തിരക്കിലായിപ്പോയി. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ മീൽ പ്രെപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കാരണം ഫുഡൊന്നും അത്ര നല്ല ഫുഡല്ല കഴിക്കുന്നത്. ചായ കടി അതൊക്കെയാണ് ഈ ടൈം അധികം കഴിക്കുന്നത്. പിന്നെ അതുപോലെ ലോങ് ഗ്യാപ്പ് എടുക്കും. അപ്പോൾ അത് ഹെൽത്തിന് അത്ര നല്ലതല്ലോ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇനി മീൽ പ്രെപ്പ് നോക്കണം. ഇപ്പോൾ സമയം 6 ആയിട്ടോ. കുറച്ച് സാധനം പുറത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പാക്ക് ചെയ്തിട്ടോ. ഞാനൊരു 6:30 ആകുമ്പോൾ അവിടെ എത്തിക്കാൻ വിചാരിച്ചു. പക്ഷേ ഒരു 10 മിനിറ്റ് ലേറ്റായിപ്പോയി. അപ്പം 6:45 അവിടെ എത്തിക്കാം കേട്ടോ. DTDC ഇവിടെ അടുത്താണ് വെച്ചാൽ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടിട്ട് പോകാൻ വിചാരിച്ചു. ഇത്രയും സാധനമുള്ളത്. ഇത് നമ്മൾ എല്ലാ ദിവസവും നമ്മൾ 2 വീലർ തന്നെ കേട്ടോ കൊണ്ടുപോകാം. ഒരു 20 എണ്ണമൊക്കെ ഉണ്ടെങ്കിലാണ് 20 എണ്ണം എന്തായാലും ഓട്ടോ വിളിക്കേണ്ടത്. ഇത് പിന്നെ നമുക്ക് തന്നെ കൊണ്ടുപോകാൻ ഇത് പിന്നെ ഞങ്ങൾക്ക് തന്നെ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ പിടിക്കണോ? കുറച്ച് 2 എണ്ണമാണ് ഞാൻ പിടിക്കാം കേട്ടോ. ഇത് ഇവനാട്ടോ താഴോട്ട് കൊണ്ടുവരാൻ, ഞാനും കൊണ്ടുവരും. ഓനെ പിടിക്കാൻ പറ്റാത്ത ഉണ്ടെങ്കിലാണ് ഞാൻ എടുക്കല്. ചെറുത് വലിയ കാശില്ല സാർ അവിടെ കൊണ്ടുവച്ച്. പക്ഷേ വണ്ടിയുടെ കീ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എടുത്തിട്ട് വരാം. കിട്ടി. ഹൈലൈറ്റിൻ്റെ മുന്നത്തെ റോഡിൽ കൂടെ ഈ ടൈം പോകാൻ പറ്റില്ല, നല്ല ബ്ലോക്ക് ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൂടെ ഒരു കട്ട് റോഡ് ഉണ്ട്, അതിലേ പോകാൻ വിചാരിച്ചു. ഇത് ഹൈലൈറ്റിൻ്റെ സൈഡിൽ കൂടെ ഉള്ളൊരു ഷോർട്ട് കട്ടാണ്. ഈ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈലൈറ്റ് മോൾ കേട്ടോ. ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് ഹൈലൈറ്റ് മോള് ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ശീലമായി പോയതാണ്. എൻ്റെ ഓഫീസിൽ വരുന്ന ഹൈലൈറ്റിൻ്റെ അടുത്തായതുകൊണ്ട് ഹൈലൈറ്റ് എന്ന് പറഞ്ഞ് ശീലമായി പോയതാണ് കേട്ടോ. നമ്മളിപ്പോൾ DTDCയിൽ എത്താറായിട്ടോ. ആ ഷോർട്ട് കട്ട് കൂടെ കയറിയോണ്ട് എത്താറായി. എന്താണെന്ന് വെച്ചാൽ പൊതുവേ ഈ സമയത്താണല്ലോ എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയം. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്കാണെങ്കിൽ സൈബർ പാർക്ക് ഉണ്ട്, 2 സൈബർ പാർക്ക് ഉണ്ട്, പിന്നെ ഹൈലൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു തിരക്കുണ്ടാവുമല്ലോ, അതാ പ്രശ്നം. അപ്പോൾ DTDC എത്താറായി. ഡിസ്പാച്ച് ചെയ്തിട്ട് കാണേ.
ഇന്നത്തെ പരിപാടി അതൊക്കെ കേട്ടോ. എല്ലാ ദിവസം നമ്മൾ 6 മണിക്കാണ് വീഡിയോ ഇടുക. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ. ഓക്കെ ബൈ. ബൈ പറഞ്ഞാൽ